കൊലോസ്ലേഖനം ഒന്നാം അധ്യായം അതിന്റെ 25 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ച് ധ്യാനിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ നിർത്തിയത്. പിന്നീട് നമുക്ക് അവിടുന്ന് തുടങ്ങാം. ദൈവ കൃപ അധികമായിട്ട് അനുഭവിച്ചറിഞ്ഞുകൊണ്ടോരോ കൂട്ടായ്മയിലും നമുക്കായിരിക്കാൻ കർത്താവ് ഇടയാക്കുന്നല്ലോ. ഇന്ന് രാത്രിയിലും അവൻ തന്നെ കർത്താവ് നമ്മളെ വഴി നടത്തുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ കഷ്ടങ്ങളിൽ പങ്കാളികളാവുന്ന വിധങ്ങളെ കുറിച്ചും നമുക്ക് ചിന്തിക്കാൻ കർത്താവ് കഴിഞ്ഞ ആഴ്ച സഹായിച്ചു. അതുപോലെ തന്നെ നിരപ്പ് പ്രാപിച്ച ദൈവമക്കളുടെ ആ ഒരു ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി എന്താണ്, എങ്ങനെ വേണം നമ്മൾ നിരപ്പ് പ്രാപിച്ചവർ, അതിന്റെ റിസൾട്ട് എന്താണ്, അതിന്റെ അനന്തരഫലം എന്താണ്, അങ്ങനെ ദിവസങ്ങളിൽ കുറ്റ വിമുക്തി പ്രാപിച്ചവർ നീതീകരിക്കപ്പെട്ടു, അവർക്ക് എന്താണ് അവരിൽ ദൈവം പ്രതീക്ഷിക്കുന്ന ഉത്തരവാദിത്വം, ഇതും അതോടൊപ്പം ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നമ്മളെ എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടാക്കി തീർക്കും എന്നുള്ള ചിന്തയുമാണ് കഴിഞ്ഞ ആഴ്ച കർത്താവ് നമുക്ക് നൽകി തന്നത്. റിസൾട്ട് ഓഫ് ദ റിക്കൺസിലേഷനും നമ്മൾ ചിന്തിച്ചു വന്ന് റെസ്പോൺസിബിലിറ്റി ഓഫ് ദോസ് ഹു റിസീവ്ഡ് റിക്കൺസിലേഷൻ അതായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. അതിന് നമ്മൾ 23 വാക്യങ്ങൾ ലേഖനം നമ്മൾ വായിച്ച് നമ്മൾ ചിന്തിച്ചു. നിങ്ങൾ കേട്ടുപിരിക്കുന്ന സുവിശേഷന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസം നിലനിന്നുകൊണ്ടാൽ അവന്റെ മുമ്പിൽ നിൽക്കും എന്നുള്ള ആ ഭാഗം അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ചിന്തിച്ചു. നമ്മൾ അതൊരു വലിയ അപ്പോസ്തലൻ പൗലോസ് ദൈവസഭയ്ക്ക് കൊടുക്കുന്ന വലിയൊരു വാണിംഗ് ആണ്, വലിയൊരു എൻകറേജ്മെന്റ് കൂടെയാണ്. യു മസ്റ്റ് കണ്ടിന്യൂ ടു ബിലീവ് ദിസ് ട്രൂത്ത് ആൻഡ് സ്റ്റാൻഡ് ഫേംലി ഇൻ ഇറ്റ്. ഈ കേട്ട സത്യത്തിൽ നിങ്ങൾ ഉറച്ച് നിൽക്കണം എന്നുള്ളത് ഒരു നിർബന്ധമായ, മറ്റു ഓപ്ഷൻസ് ഒന്നും അതിന് ഇല്ല. നിലനിൽക്കുവാൻ വളരെ നിർബന്ധമായി നമ്മൾ പാലിക്കേണ്ട ഉത്തരവാദിത്തമാണത്. ഡോണ്ട് ഡ്രിഫ്റ്റ് അവേ ഫ്രം ദ അഷ്വറൻസ് യു റിസീവ് വെൻ യു ഹാഡ് ദ ഗുഡ് ന്യൂസ്. സത്യസുവിശേഷം കേട്ടപ്പോൾ നമുക്കിടെ ഹൃദയത്തിലുണ്ടായ ആ അഷ്വറൻസ് അതിൽ നിന്നൊരിക്കലും തെന്നി മാറുവാൻ, ഒഴുകിപ്പോവാൻ പാടില്ല എന്ന് അപ്പോസ്തലനോട് ഓർപ്പിക്കുന്നു. ഈ സുവിശേഷമാണ് എല്ലായിടത്തും പ്രഘോഷിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം അല്ലെങ്കിൽ ആ ഒരു മിനിസ്ട്രിയെ പറയുകയാണ്. ദൈവവചന ഘോഷണം നിവർത്തിക്കാൻ ഞാൻ സഭയുടെ ശുശ്രൂഷനായിരിക്കുന്നു. ഈ സുവിശേഷം 23 വാക്യത്തിൽ ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളെയും ഘോഷിച്ചു പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷനായി തീർന്നു. സകല മനുഷ്യരോടും മാറ്റമില്ലാത്ത ഈ സുവിശേഷം യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ ദൈവത്തോട് നിരപ്പിക്കുന്ന ഈ സുവിശേഷം എല്ലായിടത്തും പ്രഘോഷിക്കുന്നു. അങ്ങനെ ആ സുവിശേഷം കേട്ട് ദൈവത്തോട് നിരപ്പ് ക്രിസ്തു മുഖാന്തരം പ്രാപിച്ച നിങ്ങൾ ഇനിയും എങ്ങനെ വേണം നിലനിൽക്കുവാൻ? ദൈവം നമുക്ക് ദാനമായി ആ നിരപ്പ് തന്നു. ഇനി നിരപ്പാക്കപ്പെട്ടവർ ഇങ്ങനെയുള്ള ഫോൾസ് ടീച്ചിങ്, ദുരുപദേശങ്ങൾ സഭയിൽ വരുമ്പോൾ എന്തായിരിക്കണം? റീകൺസൈൽഡ് ആയ, നിരപ്പാക്കപ്പെട്ട ദൈവവുമായുള്ള ബന്ധത്തിൽ നിരപ്പ് പ്രാപിച്ച ദൈവജനത്തിന്റെ നിലപാട് എന്തായിരിക്കണം, എങ്ങനായിരിക്കണം എന്നുള്ളതാണ് ഉത്തരവാദിത്വം എന്താണെന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. അങ്ങനെ ചിന്തിച്ച് നമ്മൾ വന്നു. അങ്ങനെ 24 വാക്യം, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. അപ്പൊ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. എന്താണ് പൂരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, I am glad when I suffer for you in my body, for I am participating in the sufferings of Christ that continue for his body, the church. അപ്പൊ സഭയിൽ ക്രിസ്തു തന്റെ ശരീരത്തിൽ കഷ്ടങ്ങൾ സഹിച്ചു നമുക്ക് വേണ്ടിയെങ്കിൽ ആ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ക്രിസ്തുവിന് വേണ്ടി കഷ്ടങ്ങൾ സഹിക്കണം. ആ കഷ്ടങ്ങൾക്ക് നമ്മൾ പങ്കാളിയായി തീരണം. ക്രിസ്തു തന്റെ ശരീരത്തിൽ നമ്മെ അവന്റെ ശരീരമാക്കി തീർക്കുവാൻ, അവനുമായി ഒന്നാക്കി തീർക്കുവാൻ, അവൻ്റെതാക്കുവാൻ
ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുവാൻ ക്രിസ്തു തന്റെ ശരീരത്തിൽ കഷ്ടങ്ങൾ സഹിച്ചു. ആ കഷ്ടങ്ങൾക്ക് നമ്മൾ പങ്കാളിയാകുന്നത് അവന്റെ സഭയായി തീരുന്ന നാം ഓരോരുത്തരും ആ കഷ്ടങ്ങൾ ക്രിസ്തു താൻ സഹിച്ച കഷ്ടങ്ങളിലൂടെ അവൻ നമുക്ക് വേണ്ടി പാപമോചനം നേടിത്തന്നു. അവൻ സകലവും നിവർത്തിയാക്കിയെങ്കിൽ ക്രിസ്തുവിനോട് ചേരുന്ന അവന്റെ സഭയ്ക്ക് ക്രിസ്തുവിന്റെ നാമത്തിൽ ക്രിസ്തുവിനെ പ്രതിയുള്ള കഷ്ടങ്ങൾ ഈ ഭൂമിയിൽ സഹിക്കേണ്ടതാണ്. ആ കഷ്ടങ്ങളെ അപ്പോസ്തലന്മാർ അതൊരു അപമാനമായിട്ടല്ല എണ്ണിയത്, അതൊരു അഭിമാനമായിട്ടാണ് എണ്ണിയത്. അതൊരു ശാപമായിട്ടല്ല അവർ എണ്ണിയത്, അതൊരു അനുഗ്രഹമായിട്ടാണ് എണ്ണിയത്. അതൊരു താഴ്ചയായിട്ടല്ല അവർ എണ്ണിയത്, അതൊരു ഉയർച്ചയായിട്ടാണ് അവർ എണ്ണിയത്. അതൊരു തള്ളപ്പെടലായിട്ടല്ല അവർ കണ്ടത്, അതൊരു ചേർക്കപ്പെടലായിട്ട് ദൈവത്തിനോടുള്ള ക്രിസ്തുവിനോടുള്ള പങ്കാളിത്തത്തിന്റെ ഒരു പ്രദർശനമാണ്, ഒരു അടയാളം കൂടെയാണ് ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ അവന്റെ നാമത്തിൽ. ഈ സത്യസുവിശേഷം ലോകം ഒന്ന് പ്രസംഗിക്കപ്പെടുമ്പോൾ അതിനകത്തുണ്ടാകുന്ന പ്രതിസന്ധികൾ നിമിത്തം ശരീരത്തിൽ മുറിവേൽക്കുമ്പോൾ, പീഡനങ്ങൾ ഏൽക്കുമ്പോൾ, ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ഒരു പറയുകയാണ്, ഈ കഷ്ടങ്ങൾ ഞാൻ പങ്കാളിയാകുന്നു. അത് നമ്മുടെ മലയാളത്തിൽ അത് കഷ്ടങ്ങൾ കുറവായുള്ളതെന്ന് പറയുമ്പോൾ അതിന്റെ യഥാർത്ഥ അർത്ഥം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ എവിടേക്ക് തുടരുകയാണ്? സഭയിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടങ്ങൾ നമ്മുടെ രക്ഷയ്ക്കാണെങ്കിൽ, രക്ഷിക്കപ്പെട്ട നമ്മൾ അവനു വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ അവനോടുള്ള പങ്കാളിത്തമാണ്. അത് കൂടെ വാഴുവാൻ വേണ്ടിയുള്ളതാണ്, ധാരാളം പ്രതിഫലം പ്രാപിക്കാൻ വേണ്ടിയുള്ളത്. അതുകൊണ്ട് ആ ഒരു ഭാഗത്തെ കുറിച്ചുള്ള വ്യക്തമായി മുമ്പും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ആ ഭാഗം അപ്പോസ്തലനായ പൗലോസ് അത് ആ ഒരു ഫിലിപ്പിയർ 1 അത് നമ്മൾ ചിന്തിച്ചിട്ടാണ്. നമുക്ക് അവനെ വിശ്വസിക്കാൻ മാത്രമല്ല അവനോട് കഷ്ടം സഹിപ്പാനുള്ള വരം നൽകിയിരിക്കും എന്ന് പറയുമ്പോൾ, ഫോർ യു ഹാവ് ബീൻ ഗീവൺ, അതായത് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1:29 ആണ്. ഫോർ യു ഹാവ് ബീൻ ഗീവൺ നോട്ട് ഓൺലി ദ പ്രിവിലേജ് ഓഫ് ട്രസ്റ്റിംഗ് ഇൻ ക്രൈസ്റ്റ്, ദൈവത്തിൽ ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, ആശ്രയിപ്പാൻ മാത്രമല്ല, ബട്ട് ഓൾസോ ദ പ്രിവിലേജ് ഓഫ് സഫറിംഗ് ഫോർ ഹിം. ആ സഫറിങ്ങിനെ ഉപയോഗിക്കുന്ന സ്റ്റാറ്റസ് എന്താ ചോദിച്ചാൽ, ഇറ്റ്സ് എ പ്രിവിലേജ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു പ്രിവിലേജ് ആണോ എന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിനിൽ വിശ്വസിക്കാൻ കഴിഞ്ഞത് രക്ഷയ്ക്കായി, നിത്യജീവനായി ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കഴിഞ്ഞത്, ട്രസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് എന്ന് വെച്ചാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല എന്ന് പറഞ്ഞാൽ, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ദൈവത്തിൽ അന്യപ്പെട്ട് പോകത്തില്ല, നരകത്തിലേക്ക് തള്ളപ്പെടത്തില്ല, ദൈവത്തിനോട് കൂടി ആയിരിക്കും. ഒരിക്കലും ക്രിസ്തുവിനെ ഒരാൾ ഈ ഭൂമിയിൽ ട്രസ്റ്റ് ചെയ്താൽ എന്തിനു വേണ്ടി? അവൻ ചെയ്ത പ്രവൃത്തി എന്റെ രക്ഷയ്ക്കാണ്, എന്റെ നീതീകരണത്തിനാണ്, ദൈവമായുള്ള എന്റെ യഥാസ്ഥാനപ്പെടലിനാണ്, ബന്ധത്തിന്റെ പുനഃസ്ഥാപനത്തിനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വാഗ്ദത്വമാണത്. ഇവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകരുത്. അത് പലപ്പോഴും അതിന്റെ ഒരു ആഴമായ അർത്ഥമല്ല പലരും ഗ്രഹിക്കുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ ഭൗതിക വിഷയങ്ങൾ ലജ്ജിച്ചു പോയില്ല എന്ന് ഊട്ടി ഉറപ്പിക്കാനാണ് ആ വാക്യം പലരും കൂട്ടുപിടിക്കുന്നത്. പക്ഷെ അവിടെ പറയുന്ന പ്രവചന നിവൃത്തി, അവനിൽ വിശ്വസിക്കുന്നവൻ, those who trust him, ആ സാൽവേഷനായിട്ട്, രക്ഷയ്ക്കായിട്ട്, നീതിക്കായിട്ട്, നീതീകരണത്തിനായിട്ട്, വീണ്ടെടുപ്പിനായിട്ട്, ദൈവരാജ്യ പ്രവേശനത്തിനായിട്ട്, ദൈവത്തോടൊപ്പമുള്ള നിത്യവാസത്തിനായിട്ട് ക്രിസ്തു എന്നെ അവിടെ കൊണ്ടെത്തിക്കും. ക്രിസ്തുവിലുള്ള എന്റെ ആശ്രയം, എന്റെ വിശ്വാസം ഒരിക്കലും ഞാൻ ലജ്ജിച്ചു പോവാൻ ഇടവരുത്തില്ല. ഞാൻ നിത്യതയിൽ മാനിക്കപ്പെടും, അല്ലെങ്കിൽ ദൈവം എന്നെ ഒരിക്കലും തള്ളിക്കളയത്തില്ല. ക്രിസ്തു മുഖാന്തരം ആ ട്രസ്റ്റ് ഉള്ളവർ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല എന്നുള്ളത് തിരുവഴുത്തിലെ മാറ്റമില്ലാത്ത വാഗ്ദാനമാണ്. അപ്പോസ്തലൻ പറയാണ്, if you consider the trust in Christ as a privilege, you must consider the sufferings also as a privilege. നിങ്ങൾ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നത്, വിശ്വസിക്കുന്നത് രക്ഷയ്ക്കായി, നീതിക്കായി ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി. അവൻ നമ്മളെ രക്ഷിപ്പാൻ, ഞാനും എന്റെ, അതായത് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് അപ്പോസ്തലൻ പൗലോസ് കരഗ്രഹപ്രമാണിയുടെ കുടുംബത്തോട് സുവിശേഷം അറിയിക്കുന്ന പോലെ, നാം വിശ്വസിച്ചതുപോലെ നാം ഇപ്പോൾ അറിയിക്കുന്നത് പോലെ നമ്മുടെ കോൺഫിഡൻസ് എന്തുവാ? We are giving Christ to the world.
നമ്മൾ ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുക. ആകാശത്തിന്റെ കീഴിൽ മുഴുവനും അപ്പോസ്തലൻ പറയാൻ ഈ സുവിശേഷം അറിയിക്കുന്നു പറയുമ്പോൾ എന്തുവാ ലോകത്തിന് കൊടുക്കുന്നേ? ആരെയാ കൊടുക്കുന്നേ? പ്രമാണമാണോ കൊടുക്കുന്നേ? വ്യക്തിയാണോ കൊടുക്കുന്നേ? മോശ മുഖാന്തരം പ്രമാണം കിട്ടിയെങ്കിൽ ഇതാ ക്രിസ്തുവാണ്. ക്രിസ്തു മുഖാന്തരം എന്ത് ചെയ്യുകയാണ്? നാം ദൈവത്തിന്റെ അടുക്കിലേക്ക് നിരപ്പ് പ്രാപിക്കുന്നുള്ള ആ സദ്വർത്തമാനമാണ് സുവിശേഷമെങ്കിൽ അതെന്താ തരുന്ന ഉറപ്പ്? ക്രിസ്തുവിൽ അപ്പോസ്തലന്മാർ വിളിച്ചു പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. കാരണം ഈ അറിയിക്കുന്ന സുവിശേഷം ക്രിസ്തുവിലുള്ള വിശ്വാസമാണെങ്കിൽ, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലമാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരാൾ ജീവിതത്തിൽ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. ആ നാളിൽ അവന്റെ മുഖം ആദരിക്കപ്പെട്ടിരിക്കും. അതാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം. അതൊരു പ്രിവിലേജ് ആണെങ്കിൽ അതേ അപ്പോസ്തലൻ പറയുകയാണ്, for you have been given not only the privilege of trusting in Christ, നിങ്ങളുടെ രക്ഷയ്ക്കായി നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ് നിങ്ങളുടെ പ്രിവിലേജ് എങ്കിൽ, ഭാഗ്യ പദവിയെങ്കിൽ അത് മാത്രമാണ് നിങ്ങൾ കരുതരുത്. ബട്ട് ഓൾസോ ദ പ്രിവിലേജ് ഓഫ് സഫറിംഗ് ഫോർ ഹിം. അതാണ് നമ്മുടെ മലയാളത്തിൽ വായിക്കുന്ന, വിശ്വസിപ്പാൻ മാത്രമല്ല അവനോട് കഷ്ടം അനുഭവിപ്പാനും നമുക്ക് ലഭിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് ഇതാണ്: കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യരക്ഷ പ്രാപിക്കാൻ മാത്രമല്ല ദൈവം നമുക്ക് ദാനം തന്നിരിക്കുന്നത്, പദവി തന്നിരിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അവന്റെ നാമനിമിത്തം കഷ്ടം കൂടെ സഹിക്കാനുള്ള ഭാഗ്യ പദവിയിലേക്ക് നമ്മൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതിന്റെ സാരാംശം, ചുരുക്കം. നമ്മൾ പറഞ്ഞില്ലേ, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ അപ്പൊ കർത്താവ് നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, എന്നുവെച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള ആ കൃപ ലഭിച്ചിരിക്കുന്നു, അതിനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന അല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടങ്ങൾ നിമിത്തം നമുക്ക് ലഭിക്കുന്ന രക്ഷ കൊണ്ട് അവസാനിപ്പിക്കുന്ന അല്ല ക്രിസ്തീയ ജീവിതം. രക്ഷിക്കപ്പെട്ടവർ, അവന്റെ സഭയോട് ചേർക്കപ്പെടുന്നവർ, ഓരോ അവയവങ്ങൾക്കും നല്ലൊരു ബോധ്യം ഉണ്ടായിരിക്കണം. അവനിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിപ്പാൻ മാത്രമല്ല എനിക്ക് കൃപ ലഭിച്ചിരിക്കുന്ന, അവനു വേണ്ടി കഷ്ടം സഹിക്കാനുള്ള കൃപയുണ്ട്. അല്ലെങ്കിൽ അതിനുള്ള പ്രിവിലേജ് ദൈവം സഭയ്ക്ക് കണ്ടിരിക്കുന്നു. അതൊരു പ്രിവിലേജ് ആയിട്ടാണ് അപ്പോസ്തലന്മാര് കണ്ടത്. പക്ഷെ പലപ്പോഴും ഇന്നത്തെ സഭ, ഇന്നത്തെ അവയവങ്ങൾ അത് കാണാത്തത് കൊണ്ട് അതൊരു പ്രിവിലേജായി കാണാൻ പറ്റുന്നില്ല. അതൊരു അപമാനമായി, അതൊരു വലിയ കഷ്ടമായി, ക്ലേശമായി, വലിയൊരു തള്ളപ്പെടലായി പലരും കാണുന്നത് കൊണ്ട് ആ പ്രിവിലേജിൽ നിൽക്കാൻ പലർക്കും കഴിയുന്നില്ല. അത് അപ്പോസ്തലന്മാർ ശക്തമായി ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം കൊലോസ്യ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോ അത് ആവർത്തിച്ചു പറയുകയാണ്. ഇത് ഒരു പുതിയതായ സന്ദേശമല്ല, കാരണം ഒരു അറിയാത്തൊരു സന്ദേശമല്ല. പത്രോസിന്റെ ലേഖനത്തിൽ ഇത് തന്നെയാ പറയുന്നത്. കർത്താവിന് വേണ്ടി ഒരു നാണംകേട് സഹിക്കാൻ ഒരു തരത്തിലും ആരും പിടിച്ചു നിർത്തുന്നതോ ചോദിക്കുന്നതോ, കർത്താവിന്റെ നാമനിമിത്തം തലമുനിയുന്നതോ, ക്ലേശം സഹിക്കുന്നതോ, അടികൊള്ളുന്ന പോട്ടെന്നല്ല, അടികൊള്ളുന്നതൊക്കെ വളരെ ദൂരെയുള്ള കാര്യം പത്രത്തെ സംബന്ധിച്ച്. ഒന്നും കേൾക്കാൻ തയ്യാറല്ലാത്ത ഒരു മനുഷ്യൻ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. അപ്പോസ്തല പ്രവർത്തനത്തിൽ പറയുന്നവരെ വിളിച്ചു വരുത്തി അടുപ്പിച്ച് പുറത്തിറങ്ങുമ്പോൾ അവര് പറയുകയാണ്, കർത്താവ് ഇതവര് പ്രാവർത്തികമാക്കിയ അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ ഞങ്ങളെ യോഗ്യരായി എണ്ണതുകൊണ്ട് അവർ സന്തോഷത്തോടെ അവിടെ നിന്ന് പുറപ്പെട്ടു. അവർക്കത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു. They took it as a privilege. അവരതിൽ they were proud of that. Instead of being ashamed, instead of being letting down, തല താഴ്ത്തി ജീവിതം അങ്ങ് ഒത്തിരി താണുപോയി, ഈ ഗതികേട് വന്നല്ലോ എന്ന് പറഞ്ഞിറങ്ങേണ്ടവർ സന്നിഹിത സംഘത്തിന്റെ മുമ്പിൽ നിറങ്ങിയത് ഈ ഭാഗ്യപദവി സിദ്ധിച്ചല്ലോ ഇന്ന് പോലെ പറയട്ടെ. അത് അവരുടെ ഉള്ളിലേക്ക് വരുത്തിയ മാറ്റങ്ങൾ, ക്രിസ്തുവിന്റെ വചനം, ദൈവിക ഉദ്ദേശം അവരുടെ അകത്ത് വെളിപ്പെട്ടപ്പോൾ സാഹചര്യങ്ങളുടെ മേൽ അവർക്ക് ജയമുണ്ടായി, കഷ്ടങ്ങളുടെ മേൽ അവർക്ക് ജയമുണ്ടായി. അവരെ നോക്കിക്കാണുന്ന വീക്ഷണത്തിന് തന്നെ മാറ്റം വന്നു. അല്ലെങ്കിൽ നമുക്കറിയാലോ പത്രോസ് എങ്ങനെയാ, അയ്യോ അങ്ങേക്കാ സംഭവിക്കല്ലേ, നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഭവിക്കരുതേ, ആരും അങ്ങനെ നേർക്ക് വരാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല.
ഞങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അങ്ങനെയുള്ള മനസ്സും മനസ്സാക്ഷിയും സ്വഭാവവും ഉണ്ടായിരുന്നവരെ ഈ രീതിയിലേക്ക് മാറ്റിമറിച്ച ദൈവത്തിന്റെ പദ്ധതി ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. അങ്ങനെയുള്ളവർ ഉണ്ടെങ്കിൽ മാത്രമേ ദേശത്ത് സുവിശേഷം പ്രസംഗിക്കപ്പെടത്തുള്ളൂ, ദൈവത്തിന്റെ വേല നടക്കത്തുള്ളൂ. കഷ്ടങ്ങളെ സാരമില്ല നിന്നവർക്ക് മാത്രമേ ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയത്തുള്ളൂ. അപമാനം സഹിക്കുമ്പോൾ അതും ഒരഭിമാനമായി എണ്ണുന്നവർക്ക് മാത്രമേ കർത്താവിന്റെ സാക്ഷികളായി വീട്ടിലും നാട്ടിലും സഭയിലും നിൽക്കാൻ കഴിയത്തുള്ളൂ. അത് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടം നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്, അത് നിങ്ങൾ മഹത്വമാണെന്ന് നിങ്ങൾ കരുതും. അപ്പൊ അതുകൊണ്ട് ഇതൊരു അങ്ങനെ പറഞ്ഞ് 25-ാം വാക്യത്തിൽ വരുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടത് ഞാൻ സഭയുടെ ശുശ്രൂഷകൻ ആയിരിക്കുന്നു. God has given me with the responsibility of serving his church by proclaiming his entire message to you. ദൈവവചന ഘോഷണം, പൂർണ്ണമായ സുവിശേഷം, അതിന്റെ എൻറ്റയർ മെസ്സേജ് ദൈവസഭയോട് അറിയിക്കുവാൻ ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നു. ഇനി 26-ാം വാക്യം മുതല്, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കും. ഈ എൻറ്റയർ മെസ്സേജ് നിങ്ങളോട് അറിയിക്കാൻ ദൈവം എനിക്ക് ഉത്തരവാദിത്തം തന്നിരിക്കുക. അപ്പോസ്തലൻ പറയാണ്, കൊലോസ്യരെ ഞാൻ നിങ്ങളുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ബോധിപ്പിക്കുമ്പോൾ എന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ഞാൻ ബോധമില്ലാത്തവനല്ല. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് ഞാൻ വാണിംഗ് തരുമ്പോൾ, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുമ്പോൾ, ഐ നോ മൈ റെസ്പോൺസിബിലിറ്റി. ഒരു മായവും ചേർക്കാതെ, ഒരു പ്രവൃത്തികളെയും കൂട്ടിയിണക്കാതെ, ഒരു മതാചാരങ്ങളെയും കൂട്ടിയിണക്കാതെ, മനുഷ്യന്റെ ഒരു പ്രയത്നങ്ങൾക്കും ഒരു വിടവ് കൊടുക്കാതെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൂർണ്ണ സുവിശേഷം ഈ ലോകത്ത് അറിയിക്കുവാൻ, നിങ്ങളോട് അറിയിക്കുവാൻ കർത്താവിനെ നിയോഗിച്ചിരിക്കുന്നു. ഞാൻ ഇന്ന് വരെ അതിൽ വിശ്വസ്തനാണ്. യഹൂദന്റെ മേൽക്കോയ്മയിലേക്ക് വരാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. യവനന്റെ മേൽക്കോയ്മ വരാൻ സമ്മതിച്ചിട്ടില്ല. എന്റേതായ പാരമ്പര്യം വരാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. എന്റേതായ ആശയങ്ങൾ ഞാൻ ആ എൻറ്റയർ മെസ്സേജ് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന അതിനെ നിങ്ങളുടെ മുമ്പിലും, അത് ലവോദിക്ക സഭയിലായാലും, കൊലോസ്യരായാലും, എഫെസോസിലായാലും, ഫിലിപ്പിയിലായാലും, ആകാശത്തിനൊക്കെയുള്ള സകല മനുഷ്യരോടും ഈ എൻറ്റയർ മെസ്സേജ്, ഈ പൂർണ്ണ സുവിശേഷം അല്പം പോലും മായം ചേർക്കാതെ, പ്രവൃത്തികളുടെ കൂട്ടുപിടിക്കാതെ, കർമ്മമാർഗങ്ങളുടെ കൂട്ടുപിടിക്കാതെ, മനുഷ്യന്റെ ഹിതത്തിനൊത്തവണ്ണമാകാതെ ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം അവൻ വെളിപ്പെടുത്തിയ മർമ്മം പ്രസ്താവിക്കുവാൻ, വചനം പ്രസ്താവിക്കുവാനുള്ള നിയോഗം എന്റെ മേലുണ്ടെന്ന് അപ്പോസ്തലനായ പൗലോസ് തന്റെ റെസ്പോൺസിബിലിറ്റി തിരിച്ചറിയുന്നു. അതാണ് അപ്പോസ്തലൻ പറയുന്നത്. God has given me the responsibility. I have reminded your responsibility the same way I know my responsibility, what God has given me. God has given me the responsibility of serving his church by proclaiming his entire message to you. അതാണ് നമ്മളിവിടെ വായിച്ചേ. ദൈവം എനിക്ക് നൽകിയ ഉദ്യോഗപ്രകാരം എന്ന് പറഞ്ഞാൽ എന്നെ ഏൽപ്പിച്ച മിനിസ്ട്രിയുടെ എനിക്കറിയാം. ദൈവവചന ഘോഷണം നിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അല്പം പോലും, കാരണം ദൈവവചന ഘോഷണത്തിനകത്തെ പ്രശ്നം എന്നു ചോദിച്ചാൽ പലതും കൂട്ടിച്ചേർക്കുന്നു, പലതിനും അതേ സ്ഥാനം കൊടുക്കുന്നു. ദൈവം ഉദ്ദേശിച്ചതിൽ നിന്ന് ജനം തെന്നിമാറുന്നു, സഭ തെന്നിമാറുന്നു. അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കത്തില്ല. കാരണം നിങ്ങളോട് ഞാൻ പറയുന്നു, കേട്ട സത്യവചനത്തിന്റെ പ്രത്യാശയിൽ നിന്നും അഷ്വറൻസിൽ നിന്നും നിങ്ങൾ തെന്നിമാറരുത്. ഞാനും കേൾപ്പിക്കുന്ന വചനം അല്പം പോലും മായം ചേർക്കാതെ അറിയിക്കുവാൻ ബാധ്യസ്ഥനാണ്. കേട്ട നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുക. കേൾപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടവർ അതിൽ ആ പൂർണ്ണ സന്ദേശത്തിൽ മാനുഷികമായ ഒരു ഇടപെടലുകൾക്കും ഇടകൊടുക്കാത്ത ദൈവമേൽപ്പിച്ച ആ നിർമ്മല സുവിശേഷത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും. അപ്പോസ്തലനോട് പറയുകയാണ്, ഞാൻ ഉറച്ചു നിൽക്കും. എന്റെ നിയോഗം എനിക്കറിയാം. നിങ്ങളും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി തിരിച്ചറിയും. അതാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് അപ്പോസ്തലൻ പറയുകയാണ്,
എൻറ്റയർ മെസ്സേജ്, ഈ ദൈവവചന ഘോഷണത്തെ കുറിച്ച് ഞാൻ അതിന് ശുശ്രൂഷനായിട്ട് പറയുമ്പോൾ 26-ാം വാക്യം, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതിയുടെയും ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത്. ഇത് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുകയല്ല ഈ ഭാഗം. നമ്മൾ എഫെസ് ലേഖനം പഠിച്ചപ്പോൾ ഈ ഭാഗം നമ്മൾ വ്യക്തമായി പഠിച്ചതാണ്. പക്ഷെ സമയങ്ങൾ കഴിയുമ്പോൾ നമ്മളത് മറക്കും, കുറച്ചൊക്കെ നമുക്ക് ഓർമ്മ കാണും. അപ്പോസ്തലൻ പറയുന്നേ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, വാട്ട് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു പ്രൊക്ലെയിം ദിസ് എൻറ്റയർ മെസ്സേജ്. ഇത് പറയണ ദിസ് മെസ്സേജ് ആകാശത്തിന്റെ കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷം. അത് ഞാൻ വായിക്കുന്നത് കൊലോസ്യർ 1:23 വായിച്ചേ. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷം, പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നിരിക്കുന്ന ആ സുവിശേഷ ഘോഷണം. വീണ്ടും 25-ാം വാക്യം, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷ അല്ലെങ്കിൽ ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഈ സന്ദേശം, ദിസ് മെസ്സേജ്, അത് പൂർവ്വകാലങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഈ നിങ്ങളോട് സഭയോട് അറിയിക്കുന്ന, ആകാശത്തിന്റെ കീഴിലെ സകല സൃഷ്ടികളോടും ഘോഷിക്കുന്ന ഈ സത്യ സുവിശേഷം, ദിസ് മെസ്സേജ് വാസ് കെപ്റ്റ് സീക്രട്ട് ഫോർ സെഞ്ച്വറീസ് ആൻഡ് ജനറേഷൻസ് പാസ്റ്റ്. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമ ധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത്. But now it has been revealed to God's people. രണ്ട് കാര്യം. ഒന്ന്, God kept it as a secret. ദൈവം അത് രഹസ്യമാക്കി വെച്ചിരുന്നു, മറച്ചു വെച്ചിരുന്നു. But now it has been revealed to God's people. ഇപ്പോൾ തന്റെ ജനത്തിനത് വെളിപ്പെടുത്തി. എന്താ കാര്യം? For God wanted them to know that the riches and glory of Christ are for you Gentiles too. നിങ്ങൾക്ക് ജാതികൾ കൂടെ എന്ന് വെച്ചാൽ എന്തുവാ? ജാതികൾ കൂടെ എന്ന് പറഞ്ഞാൽ യഹൂദനല്ലാത്ത എല്ലാ രാജ്യക്കാർക്കും കൂടെ ഉള്ളതാണ് ഈ മർമ്മം. എന്താണ് ആ മർമ്മം? And this is the secret. Christ lives in you. ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ഈ ഭാഗം നമുക്ക് മനസ്സിലാകാഴിയൊന്നുമില്ല. എങ്കിലും എഫെസ്യർ ലേഖനം 3-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ പഠിച്ച ഒരു ലേഖനം എന്ന നിലയിൽ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ആ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. എഫെസ്യർ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ ഒരു 6 വരെയുള്ള വാക്യം ഇവിടെ വായിക്കും. നമ്മളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം
ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാക്തത്വത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളതു തന്നെ. നമ്മൾ വായിച്ച ഈ വേദഭാഗം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ലേഖനം പഠിച്ചപ്പം ചിന്തിച്ചതാണ്. അതിന് വർഷങ്ങളുടെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ വീണ്ടും പറയാം. When I think all of this, I call a prisoner of Christ Jesus for the benefit of you Gentiles, assuming by the way that you know God gave me the special responsibility of extending his grace to you Gentiles. ദൈവം എനിക്കൊരു ഉത്തരവാദിത്വം, എൻ്റെ മേലൊരു റെസ്പോൺസിബിലിറ്റി വെച്ചു. യഹൂദനല്ലാത്തവരിലേക്ക് ദൈവത്തിന്റെ ആ കൃപ അതിനെ പ്രസ്താവിക്കുവാൻ, അതിനെ നൽകി കൊടുക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഉത്തരവാദിത്വം എൻ്റെ മേലുണ്ട്. As I briefly wrote earlier, God himself revealed his mysterious plan to me. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ദൈവം ഈ മർമ്മം എനിക്കൊരു വെളിപ്പാടിനാൽ അറിയായി വന്നു എന്ന് പറഞ്ഞാൽ അറിയാതെ വന്നു എന്നല്ല, അറിഞ്ഞു വന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. റിവീൽഡ് ആയെന്നാണ് ഉദ്ദേശിക്കുന്നത്. ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. God himself revealed his mysterious plan to me. As you read what I have written, you will understand my insight into this plan regarding Christ. God did not, ഇപ്പൊ നമ്മൾ വായിച്ച ഭാഗം വീണ്ടും ഇവിടെ വരുന്നുണ്ട്. God did not reveal it to previous generation. നേരത്തെയുള്ള തലമുറയ്ക്ക് കർത്താവ് ഇത് വെളിപ്പെടുത്തിയിരുന്നില്ല. But now, by his spirit, he has revealed it to his holy apostles and prophets. എന്നാൽ ഇപ്പോഴോ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. പൂർവ്വകാലങ്ങളിലെ മനുഷ്യർക്ക് ഇത് അറിയില്ലായിരുന്നു, അറിയായി വന്നിരുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരുന്നില്ല. ഇത് കൊലോസ്യ ലേഖനത്തിൽ പറയുന്ന അതേ കാര്യം തന്നെയാണ് എഫെസ്യ ലേഖനത്തിലും പറയുന്നത്. എന്നിട്ട് അവിടെ 6-ാം വാക്യം വരുമ്പോൾ പറയുന്നു, അതോ and this is God's plan. ഇതാണ് ദൈവത്തിന്റെ പ്ലാൻ. എന്താണ് ദൈവം പൂർവ്വകാലങ്ങളിൽ വെളിപ്പെടുത്തിയില്ല, ഇപ്പം വെളിപ്പെടുത്തി. അത് ഒരു വെളിപ്പാടിനാൽ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം it was already prepared before the world began. ലോക സ്ഥാപനത്തിന് മുൻപേ ഒരുക്കി വെച്ചിരുന്ന ഒരു കാര്യമാ. പക്ഷെ അത് ദൈവം തന്റെ കാലത്തിന്റെ സമ്പൂർണത വന്നപ്പോഴാണ് അതിനെ മറ നീക്കുന്നത്. അതുകൊണ്ടാ പറഞ്ഞേ എനിക്കത് റിവീലായി. ഞാനത് കണ്ടുപിടിച്ചെന്നോ, ഞാനതിനെ ഒരു ഇൻവെൻഷൻ ഒന്നും അല്ലത്. ഇറ്റ്സ് എ റെവലേഷൻ. ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. എന്താണ് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്? ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാഗ്ദത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് ഇവിടെ പറയുന്നു. And this is God's plan. Both Gentiles and Jews who believe the good news share equally in the riches inherited by God's children. Both are part of the same body and both enjoy the promise of blessings because they belong to Christ Jesus. ഇത് യഹൂദനെ സംബന്ധിച്ച് അവർക്ക് ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വാഗ്ദത്തം അവർക്കുള്ളത് പ്രവാചകന്മാർ, പുരോഹിതന്മാർ, ദേവാലയം, മശിഹ, ന്യായപ്രമാണം എല്ലാം അവർക്കുള്ളത്. മശിഹ ജാതികൾക്കുള്ളതെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. നമുക്കിത് വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഘനം മനസ്സിലാകത്തില്ല, നമ്മൾ ആ കോണ്ടെക്സ്റ്റിൽ ചിന്തിക്കത്തില്ല. പക്ഷെ യഹൂദന് ഇത് വായിക്കുമ്പോ എപ്പോൾ എപ്പോൾ അങ്ങനെ ഒരിക്കലും ദൈവം സംസാരിച്ചിട്ടില്ലല്ലോ. ഉണ്ട്, ദൈവം പലയിടങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ മറവായിരുന്നു, അതുപോലെ യഹൂദന്റെ കണ്ണിൽ പെടുന്നില്ല.
അവൻ കാണുന്നതും കേൾക്കുന്നു, അവന്റെ സിനഗോഗിൽ കേൾക്കുന്നു. എവിടെയോ അവൻ മനസ്സിലാക്കുന്നത് മശിഹ, വീണ്ടെടുപ്പുകാരൻ, അത് തന്റെ സ്വന്തം ജനത്തിന് വേണ്ടി മാത്രം. വീണ്ടെടുപ്പ് അവർക്ക് മാത്രം, രാജത്വം അവർക്ക് മാത്രം, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, വാഗ്ദാനങ്ങൾ അവർക്ക് മാത്രം. ജാതികളോ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവരും ശപിക്കപ്പെട്ടവരും, ദൈവത്തിന് ഒരു പ്ലാനുമില്ലാത്ത കൂട്ടമാണ് അതർ നേഷൻസ്. ഞങ്ങളാണ് അനുഗ്രഹിക്കപ്പെട്ടവർ, ഞങ്ങളാണ് സകല അബ്രഹാമിന്റെ സന്തതികൾ. എല്ലാ അനുഗ്രഹങ്ങൾക്കും അവകാശികൾ ഞങ്ങൾ. മശിഹ ഞങ്ങൾക്കുള്ളത്, തിരുവെഴുത്ത് ഞങ്ങൾക്കുള്ളത്, പ്രമാണങ്ങൾ ഞങ്ങൾക്കുള്ളത്, ആലയം ഞങ്ങൾക്ക് മാത്രമുള്ളത്, ആരാധന ഞങ്ങൾക്ക് മാത്രമുള്ളത്, യാഗങ്ങൾ ഞങ്ങൾക്ക് മാത്രമുള്ളത്, പുരോഹിതന്മാർ ഞങ്ങൾക്ക് മാത്രമുള്ളത്, മഹാപുരോഹിതന്മാർ ഞങ്ങൾക്ക് മാത്രമുള്ളത്. ഒന്നും ആരുമായി ഷെയർ ചെയ്യുന്നതിനെ കുറിച്ച് അവര് ചിന്തിച്ചിട്ട് പോലുമില്ല. അത് ആ കോണ്ടസ്റ്റിൽ ചിന്തിക്കുമ്പോഴേ നമുക്കിതൊരു മർമ്മമായിട്ടല്ല, നമ്മൾക്ക് ഇതൊരു മർമ്മം, ഞങ്ങൾക്ക് ഇത് വലിയ മർമ്മമായിട്ടൊന്നും തോന്നി. ഞങ്ങൾ ഈ സുവിശേഷം കേൾക്കാൻ തുടങ്ങിയിരുന്ന ആളുകളായി. പക്ഷെ അപ്പോസ്തലനറിയാം, കാരണം അതേ ഒരു യഹൂദനായിരുന്നു. യഹൂദന്മാരുടെ മനസ്സ് എങ്ങനെയാണെന്നും അത് റോമാലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്, നമുക്കറിയാം. അപ്പോസ്തലൻ പറയുന്നത് കൊലോസ്യരോട് സംസാരിക്കുമ്പോഴും എഫെസോസിനോട് സംസാരിക്കുമ്പോഴും അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ് ദൈവപദ്ധതിയെ കുറിച്ച്. നമുക്കൊരു ഭാഗം കൂടെ വായിക്കാം. അപ്പോസ്തലൻ കൊരിന്ത്യരോട് പറയുന്നേ, 1 കൊരിന്ത്യർ 2:7 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങള്. 1 കൊരിന്ത്യർ, അവിടെ അതൊക്കെ നമുക്ക് അറിയാവുന്ന വാക്യങ്ങളാണ്. എങ്കിലും 1 കൊരിന്ത്യർ 1 Corinthians chapter 2 7 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. എന്താണ് ഇത്? എപ്പോഴാണ് ഒരുക്കിയത്? The wisdom we speak of is the mystery of God. യേശു തന്നെ ക്രിസ്തു എന്നും ക്രിസ്തു ക്രൂശിക്കപ്പെട്ടെന്നും പ്രസംഗിക്കുക. അപ്പൊ അത് പോഷത്വമായിട്ടാണ് യഹൂദനും തോന്നുന്നു. യവനന് പോഷത്വം, യഹൂദനും പറയുന്നു ക്രിസ്തു ക്രൂശിക്കപ്പെടുവോ? യേശു എങ്ങനെ ക്രിസ്തുവാകും? നസ്രയത്തിലെ തച്ചന്റെ മകനായ മറിയുടെ മകനെ യേശു എങ്ങനെ ക്രിസ്തുവാകും? അവൻ ക്രിസ്തുവാണെങ്കിൽ ക്രിസ്തു ക്രൂശിക്കപ്പെടുവോ? ക്രിസ്തു ക്രൂശിക്കപ്പെടുകയല്ലോ ചെയ്യുന്നത്. ക്രിസ്തു മശിഹ എന്ത് ചെയ്യാണ്? രാജത്വത്തിലേക്ക് നീങ്ങുകയല്ലേ, രാജാവായി ദാവീദിന്റെ സിംഹാസനത്തിലേക്ക് കയറണം. അപ്പൊ ഇത് മനസ്സിലാകുന്നില്ല. ഒന്ന്, യേശു തന്നെ ക്രിസ്തു തെളിയിക്കുമ്പോൾ അവിടെ ഡിവിഷൻ ഉണ്ടാകുക, ഭിന്നത ഉണ്ടാകുക. ഇനി ക്രിസ്തു ആണ് ക്രൂശിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, എന്റെ അർത്ഥം എന്താ? വാസ്തവത്തിൽ എപ്പോഴും പറയും ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, ക്രൈസ്റ്റ് ഹാസ് ബീൻ ക്രൂസിഫൈഡ് അല്ലേ. മശിഹ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത മശിഹ, അത് യേശു ആണെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇനി ക്രിസ്തു ആണ്, യേശു ക്രിസ്തുവാണ്, ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇത് അവർക്ക് ഒരു കാലത്ത് ഉൾക്കൊള്ളാൻ അപ്പോസ്തലൻ പറയാണ്. The wisdom we speak is the mystery of, ഞങ്ങൾ പ്രസ്താവിക്കുന്നതുണ്ടല്ലോ ദൈവികമായ ജ്ഞാനമാ. അതെന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന രഹസ്യം, അത് വെളിപ്പാടിനാൽ ഞങ്ങളെ അറിയിച്ച ആ ദൈവ ഹൃദയത്തിൽ
ദൈവം സംഗ്രഹിച്ചു വെച്ചിരുന്ന ദൈവിക പദ്ധതിയാകുന്ന ആ രഹസ്യം തന്റെ ആത്മാവിനാൽ ഞങ്ങളുടെ അകത്തേക്ക് വെളിപ്പാടിലൂടെ തന്ന വചനമാണ് ഞങ്ങൾ ഈ പ്രസ്താവിക്കുന്നത്. ഇത് ദൈവിക ജ്ഞാനമാ. നിങ്ങൾക്കത് പോഷത്വമായി തോന്നുന്നെങ്കിൽ എന്നിട്ട് പറയുകയാണെ, ഹിസ് പ്ലാൻ ദാറ്റ് വാസ് പ്രീവിയസ്ലി ഹിഡൻ, അത് മറച്ചു വെച്ചേക്കായിരുന്നു. ഈവൻ ദോ he made it for our ultimate glory before the world began. മലയാളത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ലോക 8-ാം വാക്യം അല്ല 7-ാം വാക്യം. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും ഈ 2 വാക്ക് നമ്മൾ ഓർത്തോണം. മറഞ്ഞിരുന്നത് എപ്പോഴാ മുൻ നിയമിച്ചേ? ലോക സൃഷ്ടിക്കു മുൻപേ ദൈവം പ്രീ പ്ലാൻ ചെയ്ത ദൈവികമായ പ്ലാനിനെ കുറിച്ചായി പറയുന്നത്. ലോക സൃഷ്ടിക്ക് മുൻപേ ദൈവം മുന്നൊരുക്കിയ, അല്ലേ? മുൻ നിയമിച്ചതും എന്നാൽ മറഞ്ഞിരുന്നതുമായ രഹസ്യം. അതെന്തിനു വേണ്ടിയാണെന്നറിയാവോ? He made it for our ultimate glory, നമ്മുടെ തേജസ്സിനു വേണ്ടി. എന്താ മനുഷ്യന് നഷ്ടപ്പെട്ടത്? ദൈവം എന്താണ് അത് ഏതൻ തോട്ടത്തിൽ നഷ്ടമായത്? മനുഷ്യന്റെ തേജസ്സാ നഷ്ടമായത്. ദൈവമായുള്ള ഫെലോഷിപ്പാ നഷ്ടമായത്. ദൈവമായുള്ള കൂട്ടായ്മ, നിരപ്പ് നഷ്ടമായി. Man lost his glory. ലോക സൃഷ്ടിക്ക് മുൻപേ ദൈവത്തിന്റെ ഹൃദയത്തിൽ ദൈവം മുൻ നിയമിച്ച ദൈവത്തിന്റെ പദ്ധതി. എന്നാൽ അതേ സമയത്ത് തന്നെ ഒരു കാര്യം ദൈവം പ്രിപ്പയർ ചെയ്യുന്നു, പ്രീ പ്ലാൻ ചെയ്യുന്നു. ഇത് സെയിം ടൈം ഹീസ് ഹൈഡിങ് ഇറ്റ്. അവനത് മറയ്ക്കുന്നു, ഒരുക്കി വെക്കുന്നു, കരുതി വെക്കുന്നു, കൂട്ടി വെക്കുന്നു. അതേ സമയത്ത് തന്നെ അതിന് തിരശ്ശീലയിട്ട് വെച്ചേക്കുന്നു. ഇറ്റ്സ് ഓൾറെഡി പ്രിപ്പയർഡ്. എന്തിനു വേണ്ടിയാ? ഫോർ അവർ അൾട്ടിമേറ്റ് ഗ്ലോറി, നമ്മുടെ തേജസ് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള. നിങ്ങൾ എന്നോടൊപ്പം ശ്രദ്ധിക്കണേ, ഉറങ്ങല്ലേ ഈ സമയത്തായാലും. ദൈവം ഹൃദയത്തിൽ ഒരു പ്ലാൻ ഒരുക്കി. എന്താണ് ആ പ്ലാൻ? വീണുപോയ, തേജസ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്റെ തേജസ്സിനെ തിരിച്ചു കൊടുപ്പാൻ, ദൈവത്തോട് നിരപ്പിക്കുവാൻ, ദൈവത്തോട് ഒന്നാക്കുവാൻ, സ്വർഗത്തിലും ഭൂമിയിലുള്ളത് വീണ്ടും സകലതും ഒന്നായി ചേർക്കുവാൻ ലോക സൃഷ്ടിക്ക് മുൻപേ ദൈവം തന്റെ ഹൃദയത്തിൽ മുന്നൊരുക്കിയതും എന്നാൽ മറഞ്ഞിരുന്നതുമായ ആ രഹസ്യത്തെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. സുവിശേഷം എന്ന് കേൾക്കുമ്പോൾ അതിന്റെ ഘനം നാം കരുതുന്നതിലും അപ്പുറമാണ്. പുസ്തകം പറയാണ്, നിങ്ങൾ കേട്ട സുവിശേഷത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തിൽ ഞാൻ മായം ചേർക്കത്തില്ല. അപൂർണ സുവിശേഷം ഞാൻ പ്രസംഗിക്കും. അതെനിക്ക് കിട്ടിയത് എങ്ങനെയാ നിങ്ങൾക്ക് അറിയാമോ? ഞാൻ റിസർച്ച് ചെയ്ത്, ഞാൻ ഗമാലിയേലിന്റെ പാഠപീഠത്തിലിരുന്ന്, ഞാൻ ഫീസ് കൊടുത്തു പഠിച്ച്, ഞാൻ സന്നിഹിത സംഘത്തിൽ അംഗമായി, എന്റെ സ്ഥാനം കൊണ്ടും മാനം കൊണ്ടും കാശുകൊണ്ടും ഞാൻ നേടിയെടുത്ത ഒരു പദവിയല്ല ഈ സുവിശേഷ പ്രഘോഷണം. മറിച്ച് വെളിപ്പാടിനാൽ എന്റെ അകത്തേക്ക് ദൈവം അത് മറന്നേക്കി തന്ന ദൈവ പ്രവൃത്തിയുടെ പദ്ധതിയുടെ സന്ദേശമാണ് ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം. വിസ്ഡത്തെ കുറിച്ചാ പറയുന്ന അപ്പോസ്തലൻ 1 Corinthians 2 അതിന്റെ 6-ാം വാക്യം തുടർന്ന് വായിച്ചാട്ടെ.
എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. എന്തിനു വേണ്ടിയാ ഈ മർമ്മം പ്രസ്താവിക്കുന്നത്? ദൈവം എന്തിനു വേണ്ടിയാ ഈ പ്ലാൻ മുന്നൊരുക്കിയത്? ഉത്തരം, ലോക സൃഷ്ടിക്ക് മുൻപേ ദൈവം മുന്നൊരുക്കിയ ഈ രഹസ്യം, ഈ മർമ്മം ആർക്കു വേണ്ടിയാ? ഫോർ അവർ അൾട്ടിമേറ്റ് ഗ്ലോറി, നമ്മുടെ തേജസ്സിന് വേണ്ടി. നമുക്ക് എന്ത് നഷ്ടപ്പെട്ടോ, മനുഷ്യന് എന്ത് നഷ്ടപ്പെട്ടോ, അത് തിരികെ കൊടുക്കാനുള്ള ദൈവത്തിന്റെ ഹൃദയത്തിലെ പദ്ധതിയെ കുറിച്ചാണ് ഈ പറയുന്നത്. എന്നിട്ട് നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയ വേഴ്സസ് പിന്നെ പറയുന്നേ, but the rulers of this world have not understood it. ഈ ലോകത്തിന്റെ അധികാരികൾക്കത്, if they had, they would not have crucified our glorious Lord. അവർക്ക് അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ അവർ കർത്താവിനെ ഒരിക്കലും. അതുകൊണ്ടാണ് തിരുവെഴുത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മുന്നമേ എഴുതിയിരിക്കുന്നത്, ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. No eye has seen, no ear has heard, and no mind has imagined. എന്തുവാ? What God has prepared for those who love him. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത്. ഈ വാക്യം നമുക്കെല്ലാം അറിയാം, പക്ഷെ ഈ പശ്ചാത്തലത്തിലെല്ലാം മാത്രമേ ഉള്ളൂ. എന്തിനാ നമ്മളത് പറയുന്നേ? നമുക്ക് നമ്മുടെ ഭാവിയെ കുറിച്ച് ഉള്ള ആഗ്രഹങ്ങളുടെയും ദൈവം മാനിക്കണമെന്നുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ വാക്യം പറയാറുണ്ട്. ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ. ആ കാര്യമല്ല ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. ഏത് ഭാവിയെ കുറിച്ച് ഇവിടെ പറയുന്നേ? ദൈവം എന്ത് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ച് ഇവിടെ പറയുന്നേ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളെ ഗൾഫിൽ വിടുന്നതോ, അമേരിക്ക വിടുന്നതോ, നമുക്ക് തലമുറയെ തരുന്നതോ, നമ്മുടെ തലമുറകൾക്ക് ജോലി കൊടുക്കുന്നതോ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നടക്കുന്ന പ്ലാൻ അല്ല ലോകത്താണ്ട് മുമ്പേ ദൈവത്തിന്റെ മനസ്സിൽ. ദൈവം പ്രിപ്പയർ ചെയ്തു. ആ പ്രിപ്പയർ ചെയ്തത് അപ്പോസ്തലൻ പറയാണ്, ഒരു കണ്ണിനും കാണാനോ, ഒരു കാതുകൾക്ക് കേൾക്കാനോ, ഒരു മനസ്സിന്, ഒരു ഹൃദയത്തിന് അത് ഒന്ന് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്ത ഒരു പ്ലാൻ, പ്രിപ്പറേഷൻ ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. നോ ഐ ഹാസ് സീൻ, ഒരു കണ്ണിനും അത് കാണാൻ പറ്റാത്ത വിധത്തിൽ, ഒരു കാതുകൾക്കും അത് അറിയാൻ കേൾക്കാൻ പറ്റാത്ത വിധത്തിൽ, ഒരു മനസ്സിലും അത് ഭാവനയിൽ, നോ മൈൻഡ് ഹാസ് ഇമാജിൻ, അല്ലെങ്കിൽ ഹൃദയത്തിൽ തോന്നി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിൽ ഒരാൾക്ക് ഭാവന പോലും കാണാൻ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവം വീണുപോയ മനുഷ്യന് വേണ്ടി, അവന്റെ തേജസ്സിന്റെ മടക്കി കൊടുക്കേണ്ടതിന് വേണ്ടി, ദൈവവുമായി ഒന്നാക്കേണ്ടതിന് വേണ്ടിയുള്ള മഹത്തായ മർമ്മം, പദ്ധതി ദൈവം തന്റെ ഹൃദയത്തിൽ ഒരുക്കിയിരുന്നു. ഇതാണ് ഈ ഭാഗത്തിന്റെ അർത്ഥം. എന്നിട്ട് പറയുകയാണ് 10-ാം വാക്യം, അങ്ങനെ ആയിരുന്നു. അപ്പം നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ മർമ്മത്തെ കുറിച്ച്? ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ മനുഷ്യന്റെ തേജസ് തിരികെ കൊടുപ്പാൻ, വീണ്ടെടുപ്പിനായി ദൈവം മുന്നൊരുക്കിയതും എന്നാൽ ഒരു കാലഘട്ടം വരെ മറച്ചു വെച്ചതുമായ ദൈവ പദ്ധതി. ആ ദൈവം മറച്ചു വെച്ച നാൾ വരെ ഒരു കണ്ണിനും കാണാനോ, ഒരു കാതുകൾക്ക് കേൾക്കാനോ, ഒരു മനുഷ്യന്റെ മനസ്സിൽ ചിന്തിക്കാനോ കഴിയാതെ വണ്ണം ഒരു കാലഘട്ടം ദൈവം വെച്ചു. എന്നാൽ 10-ാം വാക്യം അങ്ങനെയല്ല പറയുന്നേ. 10-ാം വാക്യം പറയുന്നത്
but it was to us that God revealed these things by his spirit. എന്നാൽ ദൈവം നമുക്കോ, തന്റെ മക്കൾക്കോ, വിശ്വസിച്ചവർക്കോ തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. പൊതുവെ നമ്മൾ ശ്രദ്ധിക്കാറില്ലേ, ഈ വാക്യം പറയുമ്പോ എല്ലാവരും എങ്ങനെയാ പറയുന്നേ? ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, അവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പാ. പക്ഷെ അവിടെ കൊണ്ട് നിർത്തുകയല്ല, ഇത് തോന്നിയിട്ടില്ലായിരുന്നു. എവിടെ വരെ? ദൈവം മറച്ചു വെച്ച കാലഘട്ടം വരെ ദൈവം ഇങ്ങനെ ഒരു വീണ്ടെടുപ്പ് പദ്ധതി തേജസ്സിനെ മുന്നൊരുക്കിക്കൊണ്ട് തേജസ്സിനെ തിരികെ കൊടുക്കാൻ വേണ്ടി, അൾട്ടിമേറ്റ് ഗ്ലോറിക്ക് വേണ്ടി ഒരു ഗ്രേറ്റ് പ്ലാൻ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉണ്ട്. അത് പൂർണ്ണമായി ഒരുക്കി കഴിഞ്ഞു. എന്നാൽ അതിനെ മറച്ചു വെച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ ഹൃദയത്തിൽ ലോക സൃഷ്ടിക്ക് മുമ്പേ ഒരുങ്ങിയ വീണ്ടെടുപ്പിന്റെ തേജസ്സിനെ മടക്കി കൊടുക്കുന്ന, നിരപ്പാക്കുന്ന, ഒന്നാക്കി തീർക്കുന്ന മഹത്തായ പദ്ധതിയെ ദൈവം എന്നേക്കും മറച്ചു വെച്ചെന്നല്ല, ഒരു കാല പരിധി വരെ മറച്ചു വെച്ചു. എന്നാൽ ഇപ്പോഴോ പ്രസന്റ് സ്റ്റാറ്റസ് എന്തുവാ? എന്നാൽ ഇപ്പോഴോ തന്റെ മക്കൾക്ക് തന്റെ ആത്മാവിനാൽ അത് മറനീക്കി വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇനി അത് മറഞ്ഞിരിക്കുന്നു പറയുന്നവർ നിർഭാഗ്യവാന്മാർ. ഇനി അത് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തുന്നില്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ അത് തിരിച്ച്. ബട്ട് ഇറ്റ് വാസ് ടു us that God, ആ വാക്യം ഒന്ന് വായിക്കാം, 10-ാം വാക്യം. ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി. അപ്പൊ ഇനി ഈ ഭാഗം വായിക്കുമ്പോ എല്ലാവരും എങ്ങനെയാ അതിനെ ധ്യാനിക്കണ്ടേ? ദൈവം തന്നെ മക്കൾക്ക് വേണ്ടി ഒരിക്കലും ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല. അപ്പൊ എന്തായിരിക്കും നമ്മുടെ മനസ്സിൽ പോകുന്നത്? ദൈവം എന്താ തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നേ? നമ്മൾ ഈ കോണ്ടക്സ്റ്റിൽ നിന്ന് പുറത്തു പോയാൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അവിടെ ചേർക്കാം. എന്താ നമ്മുടെ മനസ്സിൽ നമ്മൾ അതിയായി ആഗ്രഹിക്കുന്ന, നമുക്ക് ഇപ്പോൾ ചിലത് നഷ്ടപ്പെട്ട കാര്യങ്ങൾ വീണ്ടെടുക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ ദൈവം അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നേ മനുഷ്യന് നഷ്ടപ്പെട്ട തേജസ്സിന്റെ വീണ്ടെടുപ്പിനും അതിന്റെ മുന്നൊരുക്കത്തിനു വേണ്ടിയുള്ള ദൈവ പദ്ധതി, അൾട്ടിമേറ്റ് ഗ്ലോറി നമുക്ക് തിരിച്ചു തരിക എന്നുള്ള ദൈവ പദ്ധതിയെ കുറിച്ചാണ് ഈ പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ മുൻനിർണയവും ദൈവത്തിന്റെ മുന്നൊരുക്കവും ഒരു മനുഷ്യൻ വെളിപ്പെടുത്തിയില്ലായിരുന്നു. തീർന്നില്ല. എന്നാൽ ഇപ്പോഴങ്ങനല്ല. ഇപ്പോഴോ തന്റെ ആത്മാവിനാൽ ദൈവം അത് നമുക്ക് അങ്ങനെ നമ്മള് കൊരിന്ത്യ ഭാഗത്തുനിന്ന് ആ മർമ്മത്തെ കുറിച്ച് ഇപ്പം ചിന്തിച്ചു. എഫെസ് ലേഖനത്തെ നമ്മൾ ചിന്തിച്ചു. എഫെസ് ലേഖനം 3-ാം അധ്യായത്തിലെ നമ്മൾ അതാണ് ചിന്തിച്ചത്. എന്താണെന്നൂടെ എഫെസ് ലേഖനത്തിലേക്ക് മടങ്ങി വരാം. 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. ദൈവം പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് വെളിപ്പെടുത്താതെ വെച്ചിരുന്നു. 3:6 അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരത്തിലും വാഗ്ദത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. ഇതൊരു കൂട്ടർക്ക് മാത്രമല്ല, സകല മാനവജാതിക്കും, വിശ്വസിക്കുന്ന ഏവർക്കും, ഒരു പ്രത്യേക സമൂഹത്തിന് വേണ്ടി മാത്രമല്ല ഇത്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ ആകാശത്തിന്റെ കീഴിലുള്ള സകലരോടും സകല സൃഷ്ടിയോടും ഈ സുവിശേഷം അറിയിക്കും. അതെനിക്ക് ആ സുവിശേഷം ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. അതിന്റെ 9-ാം വാക്യം വരുമ്പോൾ, ക്രിസ്തുവിന്റെ അപ്രമേയമായ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അനാദികാലം മുതൽ, ലോകത്തിന്റെ സൃഷ്ടിയുടെ മുൻപ് മുതൽ, അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന ദൈവിക രഹസ്യത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി ദൈവം എനിക്ക് ശുശ്രൂഷ കൃപയാൽ നൽകിയിരിക്കുന്നു. അതാണ് നമ്മൾ ചിന്തിച്ചത്. ഇനി നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ, നമ്മൾ കൊലോസ് ലേഖനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടെ പറയുകയാണ്, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും, ഞാൻ 1:26 വായിക്കുന്നേ, മറഞ്ഞു കിടന്ന
മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് ശ്രദ്ധിച്ച ദൈവമക്കളെ, കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു അത് മറഞ്ഞു കിടന്നിരുന്നു, ഇപ്പോൾ തന്റെ മക്കൾക്ക് വെളിപ്പെട്ടു. എഫെസ് ലേഖനത്തിൽ പറയുന്നു അത് മറഞ്ഞു കിടന്നിരുന്നു, ഇപ്പോൾ തന്റെ മക്കൾക്ക് വെളിപ്പെട്ടു. കൊലോസ് ലേഖനത്തിൽ പറയുന്നു അത് മറഞ്ഞു കിടന്നിരുന്നു, ഇപ്പോൾ തന്റെ മക്കൾക്ക് തന്നിൽ അതെ ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അവരുടെ 27-ാം വാക്യം, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനമെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമാണ്. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, the riches and glory of Christ, അല്ലെങ്കിൽ ഈ മർമ്മത്തെ പറയാം, are for you Gentiles too. നിങ്ങൾക്ക് കൂടി ഉള്ളതാ. And this is a secret. Christ lives in you. 2-ാം അധ്യായം, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം. ക്രിസ്തു എന്ന ദൈവിക മർമ്മം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ, I want them to have complete confidence that they understand God's mysterious plan, which is Christ himself. ക്രിസ്തു എന്ന ദൈവിക മർമ്മം. ഈ ദൈവിക മർമ്മം ദൈവം വെളിപ്പെടുത്തി തന്നിട്ട് എന്ത് സംഭവിക്കുക? സഭകളിൽ അനാദികാലം മുതൽ ലോക സൃഷ്ടിക്ക് മുൻപേ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി ഒരുക്കിയെന്ന് ഈ പറഞ്ഞതിന്റെ അർത്ഥം മൊത്തവും. ഒരു പദ്ധതി ഒരുക്കിയെന്ന് പറഞ്ഞാൽ തന്റെ പുത്രനെ ഒരുക്കി. ദൈവത്തിന്റെ ആ മർമ്മികമായ മറച്ചു വെച്ചതായ പദ്ധതി എന്തെന്ന് ചോദിച്ചാൽ, തക്ക സമയത്ത് കാലത്തിന്റെ സമ്പൂർണത വരുമ്പോൾ തന്റെ പുത്രനെ അയച്ചു വേണം തേജസ് മടക്കി കൊടുക്കുവാൻ. തന്റെ പുത്രനിലൂടെ വേണം നിരപ്പാക്കുവാൻ. തന്റെ പുത്രനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. തന്റെ പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. തന്നിൽ വിശ്വസിക്കുന്ന ഒരു നാളും മരണം കാണുകയില്ല. തന്നിൽ വിശ്വസിക്കുന്നവന് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതും. തന്നിൽ വിശ്വസിക്കുന്നവന് അതേ പുനരുത്ഥാനമുണ്ട്. തന്നിൽ വിശ്വസിക്കുന്നവന് തേജസ്സോടെ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തു എന്ന ദൈവിക മർമ്മം. ഇനി ഇങ്ങനെ പറയാം, ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ അനാദികാലത്തിൽ തന്റെ ഹൃദയത്തിൽ നിർണയിച്ച ഒരുക്കിയ രക്ഷാപദ്ധതി ഇപ്പൊ അപ്പോസ്തലൻ പറയുകയാണ്, ക്രിസ്തുവാകുന്ന ദൈവിക മർമ്മം ദൈവം തന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച തന്റെ പുത്രനിലൂടെയുള്ള വീണ്ടെടുപ്പിന്റെ തേജസ്സിനെ മടക്കി കൊടുക്കുന്ന, കൂട്ടായ്മയെ മടക്കി കൊടുക്കുന്ന, അത് ശത്രുത്വത്തെ മാറ്റുന്ന, നിത്യ മരണത്തെ മാറ്റുന്ന ആ ക്രിസ്തു മുഖാന്തരമുള്ള, അതുകൊണ്ടാണ് പറയുന്നത് ക്രിസ്തു തന്നെയാണ് ആ ദൈവിക മർമ്മം. ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കണോ അതിന്റെ അഡ്വാൻസ് സ്റ്റേജ് എന്നാണെന്ന്? അതിന്റെ ഏറ്റവും മഹത്തായ അത് നിങ്ങൾ അനുഭവിക്കുന്ന അറിയാമോ? ദൈവത്തിന്റെ ഹൃദയത്തിൽ ദൈവം അനാദികാലത്തിൽ പ്ലാൻ ചെയ്ത കരുതിയ ക്രിസ്തുവിലൂടെയുള്ള രക്ഷാപദ്ധതി നിവർത്തിച്ചിട്ട് ഇപ്പൊ ക്രിസ്തു എവിടാന്നറിയാമോ വസിക്കുന്നേ? ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. എവിടെത്തി? ദൈവം തന്റെ ഹൃദയത്തിൽ സ്വരൂപിച്ച, തന്റെ മനസ്സിൽ സൂക്ഷിച്ച തന്റെ പദ്ധതിയുടെ പൂർത്തീകരണം വന്നപ്പോൾ ക്രിസ്തു എന്ന ദൈവിക മർമ്മം ഇതാ വെളിപ്പെട്ടു. അതിതാ നമ്മുടെ മുമ്പിൽ. ആർക്കും സ്വപ്നത്തിൽ പോലും ഒരു മനുഷ്യന്റെ കണ്ണിലോ കാതിലോ ഹൃദയത്തിലോ ചിന്തിക്കാൻ കഴിയാത്ത വീണ്ടെടുപ്പിന്റെ മഹത്തായ പദ്ധതിയായ ക്രിസ്തുവാകുന്ന ദൈവിക മർമ്മം കാലത്തിന്റെ സമ്പൂർണ്ണത വന്നപ്പോൾ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തിട്ട് അതിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇപ്പോൾ പറയുകയാണ്, വിശ്വസിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനെ പുറത്തല്ല അന്വേഷിക്കരുത്, ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു.
സ്വർഗത്തിൽ വസിച്ചവൻ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി ദൈവം മുന്നൊരുക്കിയ പദ്ധതിക്ക് വേണ്ടി തന്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്ത് തന്റെ രക്തം ചൊരിഞ്ഞ് വീണ്ടെടുപ്പിന്റെ പദ്ധതിയെ പൂർത്തീകരിച്ചു. എന്നിട്ട് പറയുകയാണ്, ഇനിയും അവനിൽ വിശ്വസിക്കുന്നവർ, അവനെ ക്രൂശിൽ അല്ല അവൻ കിടക്കുന്നത്, ഇനിയും ഓർത്തോണം, ക്രൂശിൽ അവനിൽ വിശ്വസിച്ചവർ, ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ദൈവിക മർമ്മമായ ക്രിസ്തു ഭൂമിയിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്ന് ദൈവപദ്ധതിയെ പൂർത്തീകരിച്ച ആ അൾട്ടിമേറ്റ് ഗ്ലോറി തിരിച്ചു തരുവാൻ എന്ന് വെച്ചാൽ ആത്യന്തികമായി മനുഷ്യനുണ്ടായിരുന്ന ആ ഒരു പാതി തേജസ് അല്ല, എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഗ്ലോറി അല്ല, അൾട്ടിമേറ്റ് ഗ്ലോറി ദൈവം മനുഷ്യന് തിരിച്ചു കൊടുക്കാൻ തന്റെ ഏകജാതനായ പുത്രനെ യാഗമാക്കി തീർത്തിട്ട് ആ പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പൊ ചോദിക്കാം, സഭയോട് പറയുകയാണ്, കൊലോസ്യ സഭയെ, ആ പുത്രൻ എവിടെയാ? നിങ്ങൾക്ക് ആ പുത്രൻ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ എവിടെയാ? ക്രൈസ്റ്റ് ലിവ്സ് ഇൻ യു, നിങ്ങളിൽ വസിക്കുന്നു. മഹത്വത്തിന്റെ ആ മർമ്മം, മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. കേട്ടോണേ, ആൻഡ് ദിസ് ഈസ് എ സീക്രട്ട്. ദൈവത്തിന്റെ ഹൃദയത്തിൽ ആരംഭിച്ച സീക്രട്ട്, അകത്തെ പ്ലാൻ, ആ ഒരു കണ്ണിനും ഒരു കാതിനും ഒരു മനസ്സിലും തോന്നാത്ത വിധത്തിൽ ദൈവം സ്വരൂപിച്ചു വെച്ച പ്ലാൻ കാലത്തിന്റെ തികവിൽ വെളിപ്പെടുത്തിയിട്ട് ആ ക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ മക്കളായി തീർന്നു. തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തി കിട്ടിയവർ അവനിൽ വിശ്വസിക്കുമ്പോൾ ഇപ്പൊ പറയുകയാണ്, നിങ്ങൾക്ക് കേൾക്കണോ? ആ മർമ്മം ഇപ്പൊ എവിടെ എത്തി നിൽക്കുക? ദൈവത്തിന്റെ ഹൃദയത്തിൽ ആരംഭിച്ച മർമ്മം, ആത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയ മർമ്മം. Where is that mystery? Where is that secret God prepared? And it was hidden for a certain period. ചില സമയത്തേക്ക് ദൈവം മറയിട്ടു വെച്ച ദൈവത്തിന്റെ ഹൃദയത്തിലെ വീണ്ടെടുപ്പിന്റെ പദ്ധതിയുടെ പൂർത്തീകരണം വരുത്തുവാൻ തന്റെ ഹൃദയത്തിൽ പ്ലാൻ ചെയ്ത ആ ദൈവിക പദ്ധതിയാവുന്ന ക്രിസ്തു ഇപ്പോൾ വിശ്വസിച്ചവരിൽ എവിടെ വസിക്കുന്നു? അവരിൽ വസിക്കുന്നു. ആൻഡ് ദിസ് ഈസ് എ സീക്രട്ട്, ക്രൈസ്റ്റ് ലിവ്സ് ഇൻ യു. ആ മർമ്മ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അതിനൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ നിർത്താം. അതിനെ ഡിവൈഡ് ചെയ്ത് പറയുകയാണ്, ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. എന്തിനു വേണ്ടി? നമ്മുടെ മലയാളത്തിൽ ഒറ്റ സെന്റൻസ് ആണ്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങൾ. നമുക്കതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. എന്ത് തരാനാ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. ആ മഹത്വത്തിന്റെ പ്രത്യാശ നമ്മൾ മാറ്റുന്നു. നമ്മൾ അതിനെ ഫസ്റ്റ് പോയിന്റ് എടുക്കുന്നു, ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. എന്നിട്ട് രണ്ടാമത് ചിന്തിക്കാം, ദിസ് ഗീവ്സ് യു അഷ്വറൻസ് ഓഫ് ഷെയറിംഗ് ഹിസ് ഗ്ലോറി. എവിടെ വന്നു? കൊരിന്ത്യ ലേഖനത്തിൽ വായിച്ച അൾട്ടിമേറ്റ് ഗ്ലോറി ഇപ്പൊ കൊലോസ്യ ലേഖനത്തിൽ വരുമ്പോൾ ആ ഗ്ലോറിയിൽ വന്ന് നിൽക്കുക. ദൈവം തന്റെ ഹൃദയത്തിൽ നിരൂപിച്ച ദൈവിക പദ്ധതി എന്തിനു വേണ്ടിയാ? നമ്മുടെ തേജസ്. എല്ലാരും പറഞ്ഞേ, നമ്മുടെ തേജസ്സിനായി. സുവിശേഷം അങ്ങോട്ട് അറിയിക്കുമ്പോഴും പറയുമ്പോൾ ആളുടെ വിചാരം നമുക്കെന്തോ അല്ലെ, അറിയിക്കാൻ അങ്ങനല്ല, വിശ്വസിക്കുന്നവന് വേണ്ടി. എന്താ? നമ്മുടെ തേജസ്സിനായി. അതെന്താ? നമ്മൾ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. നമ്മുടെ തേജസ്സിനായി ദൈവം തന്റെ ഹൃദയത്തിൽ സ്വരൂപിച്ചത് ആ ക്രിസ്തു ഇപ്പൊ എവിടെ എത്തി? ആ മർമ്മ ആത്മാവിനാൽ വെളിപ്പെട്ടി നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. ഇനിയും ചോദ്യം, എന്തിന്? ക്രിസ്തു എന്നിൽ വസിക്കുന്നു. ഞാൻ ചോദിക്കുന്ന എല്ലാം അവകാശമായി തരാൻ, എന്നെ
എല്ലായിടത്തും തലയുയർത്തി നിർത്താൻ. കാരണം വേദവസം പറയുന്നുണ്ട്, അതിൽ വിശ്വസിക്കുന്ന ഒരുത്തൻ ലജ്ജിച്ചു പോകത്തില്ല. ഒരു കാര്യത്തിൽ എന്റെ തല കുനിയാതിരിക്കാൻ ക്രിസ്തു എന്നിൽ വസിക്കുന്നു. ആരുടെ മുമ്പിൽ ഞാനൊരു വിഷയമാകത്തില്ല. പട്ടണവാതിക്കൽ ഞാൻ പഴഞ്ചൊല്ലുമാകത്തില്ല, മദ്യപാന്മാരുടെ പാട്ടുമാകത്തില്ല, ലോകത്തിന്റെ മുമ്പിൽ ഞാനൊരു കൂത്തുകാഴ്ചയുമാകത്തില്ല, നിന്നയുമാകത്തില്ല. എന്റെ ദൈവയുടെ ആരും എന്നോട് ചോദിപ്പാതിരിപ്പാൻ ക്രിസ്തു എന്നിൽ വസിക്കുന്നു. അതാണോ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നേ? പിന്നെന്തോ പഠിപ്പിക്കുന്നേ? This gives you assurance of sharing his glory. എന്താണ്? ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ആത്മാവ്. അത് വേറൊരു ഭാഗം ഞാൻ അടുത്ത ആഴ്ച നമുക്ക് എടുക്കാം. ക്രിസ്തു നിങ്ങൾ വസിക്കുന്നു എന്തിനു വേണ്ടി ചോദിച്ചാൽ, എല്ലാവരുടെ മനസ്സിൽ കൊരിന്ത്യർ ലേഖനത്തിൽ വായിച്ച വാക്യം വരട്ടെ, ഞങ്ങളുടെ തേജസ്സിന്റെ അത് ആ അത്യന്തികമായ തേജസ് ലഭിക്കേണ്ടതിന്. അതിന് പറയുന്നതാണ് ദിസ് ഗീവ്സ് യു അഷ്വറൻസ് ഓഫ് ഷെയറിംഗ് ഹിസ് ഗ്ലോറി. അതായത് അവന്റെ തേജസ്, മഹത്വം നമുക്കും, അവൻ എങ്ങനെ മരിച്ചുയർത്തെഴുന്നേറ്റ് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ പുറത്തു വന്നോ അതേ തേജസ്സിന് നമ്മളെയും പങ്കാളികളാക്കുവാൻ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. ഇനി അതിനുള്ള വാക്യം അടുത്ത ആഴ്ച നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ എങ്ങനെ ഈ പറയുന്ന തേജസ് എങ്ങനെയാണ് നമുക്കും അവകാശമായി ലഭിക്കുന്നത്? ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. ക്രിസ്തുവിന്റെ പ്രത്യേക മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. അതാ മഹത്വത്തിന്റെ പ്രത്യാശ. ആർക്കാ? നമുക്കാ വേണ്ടേ? ക്രിസ്തു തേജസ്സോട് ഉയർത്തെഴുന്നേറ്റു. ആ തേജസ്സോട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മളിൽ ഉണ്ടോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, അത് നമുക്ക് തരുന്ന ഉറപ്പെന്തെന്ന് ചോദിച്ചാൽ, ക്രിസ്തു മരിച്ചിട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് തേജസ്സോടെ ഉയർത്തെഴുന്നേറ്റ പോലെ അവൻ എന്നിൽ വസിക്കുമ്പോൾ എന്റെ കോൺഫിഡൻസ് ഇതാണ്, എനിക്കും അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ തേജസ് മടക്കി തരുവാനുള്ള ദൈവപദ്ധതിയുടെ അഷ്വറൻസ് ആണ്. അതുപോലെ മഹത്വത്തിന്റെ പ്രത്യാശ എന്നിൽ വസിക്കുന്നു. എന്ത് പ്രത്യാശ? മഹത്വത്തിന്റെ പ്രത്യാശ. അതായത് ഇങ്ങനെ പറയാം, മഹത്വം ഞാനും പ്രാപിക്കും എന്നുള്ള പ്രത്യാശ. അഷ്വറൻസ് ഓഫ് ഷെയറിംഗ് ഹിസ് ഗ്ലോറി. ക്രിസ്തു പ്രാപിച്ച, അതുകൊണ്ടാ പറഞ്ഞാൽ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാകും. ക്രിസ്തു പ്രാപിച്ച, മരണത്തിനപ്പുറമായി പ്രാപിച്ച ആ തേജസ്സിന് ഞാനും പങ്കാളിയാകും. അതായത് ആ പ്രത്യാശ എന്നിൽ ഉറപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ആത്മാവിന്റെ അധിവാസം. എന്തു പ്രത്യാശയാ? ഞാനും അവൻ പ്രാപിച്ച അതേ മഹത്വം പ്രാപിക്കും എന്നുള്ള അഷ്വറൻസ് ഈ ക്രിസ്തുവിന്റെ വാസം, അവന്റെ ആത്മാവിന്റെ വാസം ദിനംതോറും എനിക്ക് നൽകി തരുന്നു. റോമാലേഖനത്തിൽ നമ്മൾ ഒരു വാക്യം അടുത്ത ആഴ്ച ചിന്തിക്കുന്നതായിരിക്കും. അതിനെ സംബന്ധിച്ച് എഫെസ്യ ലേഖനത്തിലും ഒരു വാക്യം കൂടെ ഒന്നായി തീരുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. നമ്മുടെ കണ്ണുടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി എനിക്കറിയാം നാം ചിന്തിച്ച വിഷയം അത്ര എളുപ്പമല്ല എന്ന് എനിക്കറിയാം. എന്നാൽ വളരെ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്നാൽ എളുപ്പമല്ല എന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? ഒന്നുമില്ല. പക്ഷെ അല്പം എന്താ പറയണ്ടേ, അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ നമുക്കിങ്ങനെ പറയാം, എല്ലാവരും പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കുമ്പം എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഇങ്ങനെ ഒരു ധ്യാനം ഉണ്ടാകട്ടെ. ദൈവമേ, ഒരു കണ്ണും കാണാത്തതും ഒരു കാതിനും കേൾക്കാൻ കഴിയാഞ്ഞതും ഒരു ഹൃദയത്തിൽ ഭാവനയിൽ പോലും സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത അങ്ങൊരുക്കിയ മഹത്തായ പദ്ധതി ഞങ്ങൾക്ക് മറഞ്ഞു കിടക്കാതെ തന്റെ ആത്മാവിനെ അത് വെളിപ്പെടുത്തി തന്നതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ആ മർമ്മം ഇതാണ്, ക്രിസ്തു ഞങ്ങളിൽ വസിക്കുന്നു. ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പിന്റെ തേജസ് മടക്കി തരുന്ന ദൈവിക പദ്ധതി ഞങ്ങൾ പങ്കാളികളായിരിക്കുന്നു. നിങ്ങൾക്ക് എന്താ ഇത്ര ഉറപ്പ് നിങ്ങൾ ആ മഹത്വം പ്രാപിക്കുമെന്ന്? ദൈവസഭ വിളിച്ചു പറയണം, അവൻ ഞങ്ങളുടെ ശിരസ്സാണ്, അവൻ ഞങ്ങളിൽ വസിക്കുന്നു, അവന്റെ ആത്മാവ് ഞങ്ങളിൽ വസിക്കുന്നു. ഞങ്ങൾ അവന്റെ മഹത്വത്തെ ഞങ്ങളും പ്രാപിക്കും. ആ അഷ്വറൻസ്, അവന്റെ അധിവാസം, അവൻ ഞങ്ങളോടൊപ്പം വസിക്കുന്നു, അവന്റെ ആത്മാവ് ഞങ്ങൾ വസിക്കുന്നുള്ള ആ കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഗ്ലോറിഫിക്കേഷന്റെ, മഹത്വത്തിന്റെ കോൺഫിഡൻസ് ആണ്. മഹത്വത്തിന്റെ പ്രത്യാശയായ, അതായത് മഹത്വം നാം പ്രാപിക്കുമെന്നുള്ള നമുക്ക് പ്രത്യാശ തരുന്ന ക്രിസ്തു നമ്മളിൽ അധിവസിക്കുന്നു. ആ വലിയ പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കുക. വചനങ്ങളാൽ ദൈവം നമ്മെ